ഇപ്പോൾ കൊല്ലത്തു നിന്നൊരു പ്രധാന വിവരം കൂടി വരുന്നുണ്ട്. കൊല്ലത്ത് ഈ കുവൈറ്റിലെ അപകടത്തിൽ കൊല്ലം ജില്ലയിലെ 3 പേരുടെ മരണം അത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അക്കാര്യത്തിൽ കൊല്ലം ജില്ലയിലെ ബന്ധുക്കളെ വിവരം അറിയിച്ചു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ മരിച്ചവരിൽ പുനലൂർ നരീക്കൽ വാഴവിള സ്വദേശി സാജൻ ജോർജ് അദ്ദേഹം മരിച്ചതായ വിവരം കൂടി ഒടുവിൽ വരുന്നുണ്ട്. അങ്ങനെ 3 മരണമാണ് കൊല്ലം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന വിവരം വരുന്നുണ്ട്. വി ജയശങ്കറാണ് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നത്. ജയശങ്കർ, എന്തൊക്കെയാണ് കൊല്ലം ജില്ലയിലെ വിവരങ്ങൾ? അവിടെ ആദ്യം തന്നെ അവിടെ ഒരു മരണം സ്ഥിരീകരിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2 പേരുടെ വിവരങ്ങൾ കൂടി ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ ജയശങ്കർ? അതായത് വിജയകുമാർ, നിലവിൽ കൊല്ലം ജില്ലയിൽ 3 പേർ ഈ കുവൈറ്റിലെ അപകടത്തിൽ മരിച്ചു എന്നാണ് ഔദ്യോഗികമായി നമ്മൾ അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ ജില്ലാ പോലീസ് മേധാവിയൊപ്പം ജില്ലാ കളക്ടറെയും മറ്റും ബന്ധപ്പെട്ടിരുന്നു. ആ ഘട്ടത്തിൽ അവർ ഇതിൻ്റെ കണക്കും മറ്റു കാര്യങ്ങളും വന്നിട്ടില്ല എന്നാണ് അറിയിച്ചത്. പക്ഷേ അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഈ വെളിച്ചിക്കാല സ്വദേശി സാബു, ഒപ്പം തന്നെ പുനലൂർ നരിക്കൽ സ്വദേശി സാജൻ, അങ്ങനെ 2 പേർ കൂടി നിലവിൽ മരിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ 3 പേരാണ് നിലവിൽ കൊല്ലം ജില്ലയിലെ ഒരു അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. വളരെ ദാരുണമായൊരു സംഭവമാണ്. കാരണം വലിയ പ്രതീക്ഷയിൽ പോയ പലരുമാണ് ഇത്തരം അപകടത്തിൽ ജീവൻ നഷ്ടമായത്. ഈ കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജ് ഈ കമ്പനിയിലെ ജൂനിയർ മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു മരണം ഉണ്ടാകുന്നത്. ഇദ്ദേഹം വളരെ അടുത്താണ് അങ്ങോട്ട് പോകുന്നത്. MBA ബിരുദധാരിയാണ്. നിലവിൽ നമ്മൾ അപകടത്തിൽ മരിച്ച ഷമീറിൻ്റെ വീട്ടിലാണുള്ളത്. ഈ വീട് വളരെ ശോകമൂകമായിരിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. വളരെ അടുത്ത ബന്ധുക്കൾ ഇപ്പോഴും വീട്ടിൽ തുടരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റും ഈ ഒരു മരണവിവരം ഇതുവരെ കുടുംബം അറിയിച്ചിട്ടില്ല. നിലവിൽ ആശുപത്രിയിലാണ്, ICUയിലാണെന്ന് മാത്രമാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കൊല്ലം ജില്ലയിൽ നിലവിൽ മരണസംഖ്യ 3 ആയിരിക്കുന്നു. കേരളത്തിലും ഈ മരണത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു മലയാളി നടത്തുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മലയാളികൾക്ക് ഇവിടെ അവസരം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മരണസംഖ്യ ഇനിയും ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. നിലവിൽ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിനോ പോലീസിനോ ഈ മരണം സംബന്ധിച്ച കൊല്ലം സ്വദേശികളെ സംബന്ധിച്ചോ ഇതുവരെ ഒരു വിവരവും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നോ കേന്ദ്ര സർക്കാരിൽ നിന്നോ ലഭിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തുന്നു എന്നാണ് കൊല്ലം റൂറൽ SP. ഔദ്യോഗികമായി ഏതെങ്കിലും അതോറിറ്റിക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ, സ്ഥിരീകരിച്ച വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. 8 പേരെ കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ചതിൽ തിരിച്ചറിഞ്ഞത് 8 പേരുണ്ട്. അതിൽ ആ മലയാളികളുടെ പേരുവിവരം ഇതാണ്: തൃക്കരിപ്പൂർ എളബച്ചി സ്വദേശി കേളു പൊന്മലേരി, കാസർഗോഡ് ചെർക്കള കൊണ്ടൊടുക്കം സ്വദേശി രഞ്ജിത്ത്, കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബു, പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് എസ് നായർ, കൊല്ലം സ്വദേശി ഷമീർ, പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി PV മുരളീധരൻ, കൊല്ലം സ്വദേശി ലൂക്കോസ്, പുനലൂർ നരീക്കൽ വാഴവിള സ്വദേശി സാജൻ ജോർജ് എന്നിങ്ങനെ 8 പേരുടെ വിവരം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരിച്ചറിഞ്ഞു എന്ന വിവരം നമ്മളെ അറിയിക്കുന്നുണ്ട്. അത് മറ്റു വിശദാംശങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. അവിടെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അവിടെ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചത് സംസ്ഥാനങ്ങൾക്ക് കൈമാറും. ഒപ്പം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അവിടേക്ക് പോകുന്നുണ്ട് ഈ അവിടുത്തെ ഏകോപന ചുമതലകൾക്കായി. വൈകാതെ കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.